നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ, NNR സ്കൂൾ ഓഫ് വിസ്ഡം ചാനലിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗുരുഗീതയെക്കുറിച്ചാണ്. ഗുരുഗീതയുടെ ഒരു ഈ ബുക്കിൽ നിന്നാണ് ഇങ്ങനത് പറയുന്നത്. മുഖവരിൽ പറയുന്നത് ഗുരുസങ്കല്പം. ലോകത്തിലെ അതിപ്രാചീനമായ എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും ഗുരുസങ്കല്പമുണ്ടെങ്കിലും ഭാരതത്തിലെ പോലെ ഗുരുവിനെ ഇത്രയധികം ആരാധിക്കുന്ന ഒരു ജനതയും സംസ്കാരവും വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. പുരാണ ഇതിഹാസങ്ങളിലും സ്മൃതികളിലും ഉപനിഷത്തുകളിലും വേദങ്ങളിലും ആഗമങ്ങളിലും നമുക്കിതിൻ്റെ വേരുകൾ കണ്ടെത്താം. ഇപ്പോൾ നമ്മുടെ ഹിന്ദു സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ വേദത്തിന് ഡൈല്യൂട്ട് ചെയ്ത ഉപനിഷത്തും പിന്നെ അവിടെ നിന്ന് പുരാണങ്ങൾ, അതിനകത്ത് 18 പുരാണങ്ങൾ സ്കന്ദപുരാണത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഗുരുഗീതയെക്കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നത് ഗുരുഗീതയിൽ ഗുരുക്കന്മാർ എത്രയുണ്ട്, ആരാണ് യഥാർത്ഥ ഗുരു, ഗുരുവിൻ്റെ മഹത്വം എന്ത്, കപട ഗുരുക്കന്മാരെ എപ്രകാരം തിരിച്ചറിയാൻ കഴിയും, ഒരുവൻ എന്തിനാണ് ഗുരുവിനെ സ്വീകരിക്കേണ്ടത്, ഒരു ശിഷ്യന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നിങ്ങനെ മോക്ഷം ഇച്ഛിക്കുന്ന ഒരാൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതെല്ലാം വിശദമായി വിസ്തരിച്ചിരിക്കുന്ന ഒരു സ്തോത്രഗ്രന്ഥമാണ് ഗുരുഗീത. രാമായണവും നാരായണീയവും സഹസ്രനാമ സ്തോത്രവും പോലെ ഗുരുഗീതവും നിത്യം പാരായണത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. ഇത് നിത്യവും ജപിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ ഈ സ്തോത്രത്തിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. ഇനി ഗുരുഗീത സ്കന്ദപുരാണത്തിലെ അന്തർഭവിച്ചതാണെന്നും വിശ്വാസം. എന്നാൽ സ്കന്ദപുരാണത്തിൻ്റെ ഇന്ന് ലഭ്യമായ പതിപ്പിലും ഈ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയൊരു ഭാഗത്തിലേതായിരിക്കാം ഗുരുഗീത എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഗുരുഗീതയുടെ അസംഖ്യം പാഠങ്ങൾ ലഭ്യമാണ്. അതിൽ മുഖ്യമായി രണ്ടാണുള്ളത്. ഒന്നാമത് 180 പരം ശ്ലോകങ്ങളും വജ്രയിലെ 380 ശ്ലോകങ്ങളും കുറച്ചുകൂടി അങ്ങനെ അത് പോകുന്നു. അതിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത്, ശ്ലോകം വായിക്കുന്നില്ല, അതിൽ പറയുന്നത് ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിക്കത്തക്കതല്ലാതെ അവ്യക്തരൂപമായ നിർഗുണമായും സകല ജഗത്തിനും ആധാരരൂപമായിരിക്കുന്ന ബ്രഹ്മവസ്തുവിന് നമസ്കാരം. രണ്ടാം ശ്ലോകത്തിൽ ഋഷികൾ പറഞ്ഞു, വേദാംഗങ്ങളുടെ കരയെ കടന്ന് മഹാപ്രാഞ്ജനായ ഹേ സൂതേ, സർവ മലങ്ങളെയും നശിപ്പിക്കുന്ന ഗുരു സ്വരൂപത്തെ ഞങ്ങൾ പറഞ്ഞു തന്നാലും. ഇത് പറയുന്നത് പാർവതി ശിവനോട് ചോദിച്ചു എന്നും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. ഏതൊന്നിൻ്റെ ശ്രവണമാത്രം കൊണ്ട് തന്നെ ദേഹി ദുഃഖത്തിൽ നിന്നും മോചിക്കപ്പെടുന്നുവോ യാതൊരു മാർഗത്താൽ മുനികൾ സർവജത്വം പ്രാപിക്കുന്നു. ഈ ശ്ലോകം ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല, ഇത് നിത്യേനെ പറഞ്ഞാലും ഇതിൻ്റെ ഗുണം കിട്ടും. ഇനി അതിൽ പറയുന്നു, 5-ാം ശ്ലോകത്തിൽ പറയുന്നു, രഹസ്യത്തിൽ വെച്ച് ഏറ്റവും രഹസ്യവുമാണ്. അത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, നിഗൂഢമാണ്. ഇനി 6-ാമത്തിൽ ഇപ്രകാരം മുനിഗണങ്ങളാൽ പിന്നെയും വഴിയാമ്പണ്ണം പ്രാർത്ഥിച്ചു ചോദിച്ചതിനെ കേട്ടു. 7-ാം ശ്ലോകത്തിൽ പറയുന്നു, ഇനി പാർവതി ചോദിച്ചു, സുരാസുരതകൾ എപ്പോഴും ഭക്തിയോടുകൂടി നമസ്കരിക്കപ്പെടുന്ന ഹേ പ്രണവസ്വരൂപനായ ദേവേശ, ഹേ പരമേശ്വര, ഹേ ജഗദ്ഗുരു, അങ്ങക്ക് നമസ്കാരം പറഞ്ഞു ചോദിക്കുന്നു. ഇനി ഭഗവാനെ 14-ാമത്തെ ഭഗവാനെ സർവധർമ്മങ്ങളെ അറിഞ്ഞിരിക്കേണ്ടവനെ ശംഭുവെ, വൃതങ്ങളെല്ലാം നായകവും ഉത്തമവുമായ ഗുരുമഹാത്മ്യത്തെ കൃപയോടുകൂടി എനിക്കായി പറഞ്ഞു തന്നാലും. അങ്ങനെ ഈ റിക്വസ്റ്റിനെ പുറത്താണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മഹാദേവൻ പറയുന്നു, ഹേ ദേവി, രഹസ്യത്തിലും രഹസ്യമായത് പറയത്തക്കതല്ല. ഇതിനു മുൻപും യാതൊരുവർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. നിന്റെ ഭക്തിയെ കാണുകയാൽ നിനക്കായി ഇതിനെ ഞാൻ പറഞ്ഞു തരുന്നു. ഇത് അതീവ രഹസ്യമാണ്. ഇത് പാർവതിക്ക്
വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല ഗുരുഗീത എന്നുള്ളത്. ഇനി പറയുന്നുണ്ട്, നീ എൻ്റെ രൂപമായതിൽ തന്നെ ഇരിക്കുന്നതിനാൽ നിനക്ക് ആയിക്കൊണ്ട് അതിനെ പറയാം. 18ാമത്തെ ശ്ലോകത്തിലാണ്. ലോകപരമായ ചോദ്യത്തിന് നീ ചോദിച്ചു, ലോകോപകാരമായ ചോദ്യം ചോദിച്ചു. ഇതിനു മുൻപ് ഒരുത്തരാലും ചോദിക്കപ്പെട്ടതുമില്ല, ആരും ചോദിച്ചിട്ടില്ല. ഇനി ഗുരു ആരാണെന്ന് പറയുന്നുണ്ട് 20ാം ശ്ലോകത്തിൽ. ഗുരു യാതൊരുവനോ അവനാണ് ശിവനാകുന്നത്. യാതൊരുവൻ ശിവനോ അവനെയാണ് ഗുരുവെന്ന് വിചാരിക്കേണ്ടത്. ശിവൻ വേറെയെന്നും ഗുരു വേറെയെന്നും വികലമായി യാതൊരുവൻ വിചാരിക്കുന്നു, ആ മനുഷ്യൻ ഗുരുവിൻ്റെ പത്നിയെ പ്രഹരിച്ചവനെന്ന് അതിപ്രാപിയാകുന്നു. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു രൂപത്തെ അല്ല, ആ അനശ്വരമായ അല്ലെങ്കിൽ ബ്രഹ്മത്തെയാണ് പ്രാചിക്കേണ്ടതെന്ന് പറയുന്നു. ഗുരുവിന് രൂപമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ശ്രേഷ്ഠവും 21ാമത്തെ ശ്ലോകം. ശ്രേഷ്ഠവും സുന്ദരമായ മുഖത്തോടു കൂടിയ പാർവതി 3 ലോകങ്ങളിൽ ലഭിക്കാൻ സാധിക്കാത്തത് യാതൊന്നോ അതിനെ പറയുന്നുണ്ട്, കേൾക്കുക. ഗുരുബ്രഹ്മമല്ലാതെ സത്യമായും അന്യമില്ല. ഇതാണ് പരമമായ സാധനം. ഇത് മനസ്സിൽ ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ പാതയിൽ കടക്കേണ്ടത്. അല്ലെങ്കിൽ കള്ളസ്വാമികളും അല്ലെങ്കിൽ പറഞ്ഞ കണക്ക് നേരായ വഴിക്ക് അല്ലാത്തത് പലതും നമ്മുടെ ഗുരുവാണെന്ന് നമുക്ക് തോന്നൽ വരും. ഇനി പറയുന്നുണ്ട്, വേദശാസ്ത്ര പുരാണങ്ങളും 23ാമത്തെ ശ്ലോകത്തിൽ ഇതിഹാസം മുതലായവകളും മന്ത്രയന്ത്ര വിദ്യകളും മോഹനം ഉച്ചാടനം മുതലായവയും ശൈവം ശാക്തം ആഗമാദികൾ മറ്റും സംഖ്യാദി മതങ്ങളും പ്രാന്തചിത്തമായ സകല ജീവരാശികളെ വഴിതെറ്റിക്കുന്നു. ഇതാണ് വിവേകാനന്ദൻ പറഞ്ഞത്. കേരളം ഒരു പ്രാന്താലയം എന്ന് പറയാൻ കാരണം ഇതാണ്. ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ആത്മീയത എന്നിവിടെ പ്രചരിപ്പിക്കുന്നത്. ശരിയായിട്ട് എന്താണ് ഒരു ഗുരു? ഒരു ഗുരുവിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഗുരുവിന് രൂപമുണ്ടോ? രൂപമില്ല, അതിന് രൂപമില്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി പറയാണ്, ഇതെല്ലാം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഗുരുത്വം വേണം. സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. എന്താണ് ഗുരുത്വം? മാതാപിതാ ഗുരു ദൈവം, അവരെ ദൈവമായി കാണണം. ഇനി ദൈവം എന്ന് പറഞ്ഞാൽ രൂപത്തിനപ്പുറമുള്ള ഗുരുവായി കാണണം. ഇനി ഗുരുവിൻ്റെ അർത്ഥമൊക്കെ ഇവർ പറയും. സംസ്കൃതം അങ്ങനെയാണ്, ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമില്ല. എൻ്റെ അർത്ഥം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഗുരുത്വത്തെ അറിയാതെ, ഗുരുത്വമില്ലാതെ ജപം, തപസ്, വ്രതം, തീർത്ഥം, യാഗം, അതുപോലെ ദാനം മുതലായവ ചെയ്യുന്നതിൽ വ്യർത്ഥമായിട്ടേ ഭവിക്കുള്ളൂ. ഇതിനൊന്നും ഒരർത്ഥവുമില്ല ഇത് ചെയ്തിട്ട്. 99% നമ്മളിവിടെ എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ട് ഇത് ആരും നമുക്ക് പറഞ്ഞു തരത്തില്ല. നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ എടുത്ത് നമ്മൾ തന്നെ വ്യാഖ്യാനം നടത്തി നമ്മൾ തന്നെ കണ്ടെത്തി മുമ്പോട്ട് പോയില്ലെങ്കിൽ തെറ്റായ പാതയിലാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത ആരാണ് വായിക്കേണ്ടത്? കർമ്മയോഗിയിലുള്ള അല്ലെങ്കിൽ ഒരു കർമ്മത്തിൽ നിൽക്കുന്ന ആളാണ് വായിക്കേണ്ടത്. അങ്ങനെ 60 ഗീതകളുണ്ട്. ഈ 60 ഗീതയുടെയും പൊരുൾ വേറെ വേറെയാണ്. ഇതൊന്നും ഇവിടെ പറയാറില്ല. ഇവിടെ ആകെ ഒരു ഭഗവത്ഗീതയും അതിനെ മറിച്ചും തിരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയും ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ സാരമാണ്, ഉപനിഷത്തെ വായിക്കേണ്ട, ഭഗവത്ഗീത വായിച്ചാൽ മതി എന്നൊക്കെ പറയും. ഇതെല്ലാം തട്ടുകുളപ്പം പരിപാടികളാണ്. ആരോ എവിടെയോ പറഞ്ഞു, അതിങ്ങനെ പറയുകയാണ്. പണ്ടൊരു സ്വാമി പൂജ ചെയ്തപ്പോൾ ഒരു പൂച്ച വന്ന് അവിടെ ഇരിക്കുമായിരുന്നു. സ്വാമി മരിച്ചിട്ട് സ്വാമിയുടെ മോൻ പൂജ ഏറ്റെടുത്തപ്പം പൂച്ചയെ കണ്ടില്ല. അങ്ങനെ പൂച്ചയെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ട് നിർത്തി എന്ന് പറയുന്നത് നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ പാലിക്കുന്ന പല തെറ്റായ ആചാരങ്ങളാണ്. ഇനി ഗൂഢമായ 26 ഗൂഢമായ അവിദ്യയാകുന്ന ചെങ്ങുമയാൽ ഈ ശരീരം അജ്ഞാന സംഭവമായി ഭവിച്ചിരിക്കുന്നുവെന്നാൽ യാതൊന്നിൻ്റെ കൃപയിൽ വിജ്ഞാനമുണ്ടാകുന്നോ അത് ഗുരു ശബ്ദത്തിൽ പറയപ്പെടുന്നു. ഈ ഗുരുത്വം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് എത്ര പഠിച്ചാലും എത്ര പൈസ ഉണ്ടെങ്കിലും ഗുരുത്വമില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. ഇനി
ഇനി പറയുന്നത് എന്താണ്? ഗുരുവിൻ്റെ പാദസേവയാകുന്ന 28 യാതൊന്നിനാൽ ദേഹി സർവപാപങ്ങളിൽ നിന്നും മോചിച്ചു വിശുദ്ധമായ ബ്രഹ്മമായി ഭവിക്കുന്നുവോ അതിനെ നിന്റെ സന്തോഷത്തിന് വേണ്ടി നിനക്കായി പറയുന്നു. പാദസേവയെക്കുറിച്ച് പറയുകയാണ്. ഇനി ഗുരുവിൻ്റെ പാദോകത്തെ കുടിച്ചതിനു ശേഷമുള്ളതിനെ ശിരസിൽ പ്രാപിക്കുന്നതായാൽ നീ നരന് സർവ്വതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ഇതിന് തുല്യമായ ഫലത്തെ സിദ്ധിക്കുന്നു. അപ്പം അത് തീർത്ഥമായി എടുത്താൽ അതെല്ലാ പാപങ്ങളെയും കളയും. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥത്തിൻ്റെ ഇതിൻ്റെ വേർഡ് മീനിങ് മാത്രം വെച്ച് ഗ്രഹിക്കാനുള്ളതല്ല. ഇതിനെല്ലാം ഒരു ഇന്നർ മീനിങ് ഉണ്ട്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി 31 പറയുന്നത് അജ്ഞാനമാകുന്ന മൂലകാരണത്തെ നശിപ്പിക്കുന്നത് ജനത്തിന് ഹേതുവായ കർമ്മത്തെ ഒഴിക്കുന്നതുമായ ഗുരുപാദ തീർത്ഥത്തെ ജ്ഞാനവും വൈരാഗ്യസിദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി പാനം ചെയ്യണം. അത് പാനം ചെയ്യണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇവർ പറയും നിങ്ങൾ വെറും അന്ധവിശ്വാസികളാണ്, ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുക. അവർ ചോദിച്ചോട്ടെ, ഗുരുവിൻ്റെ കൃപ വേണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. ഇനി സ്കൂളിൽ പഠിപ്പിക്കുമ്പം അവിടുത്തെ നിയമം പാലിച്ചാലേ നമുക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റൂ. റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ ട്രാഫിക് നിയമം പാലിക്കണമെന്ന് പറയുന്നത്. ഗുരുവിൻ്റെ കൃപ കിട്ടണമെങ്കിൽ ഇത് ചെയ്യാതെ വെറും തട്ടുപൊളക്കം കുറേ കാര്യങ്ങളും പറഞ്ഞ് നടന്നാൽ കൃപ കിട്ടത്തില്ല. ഇത് നമ്മുടെ ഹിന്ദു ഇതിനകത്ത് 18 പുരാണങ്ങളിൽ പറയുന്ന, ഗുരുഗീതയിൽ പറയുന്ന കാര്യമാണ്. ഇതെല്ലാവരും എടുക്കണമെന്നില്ല. ആർക്കാണോ ഗുരുത്വം വേണ്ടത്, ആർക്കാണ് ഗുരുവിൻ്റെ ഗ്രേസ് കിട്ടണം, അവർ മാത്രം എടുത്താൽ മതി. സ്കൂളിൽ പഠിക്കുന്നവരാരും പരീക്ഷ ജയിക്കുന്നില്ല. ഇനി പരീക്ഷ ജയിക്കുന്നവരാരും എല്ലാവരും നന്നാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഗുരുത്വമില്ലാത്തതുകൊണ്ടാണ്, ഗുരുകൃപയില്ലാത്തതുകൊണ്ടാണ്. ഇനി 34 പറയുന്നുണ്ട് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഗുരുനാഥനെ നിത്യവും ഉപാസിക്കണം. നിത്യവും ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ ഗുരു ഉണ്ടെങ്കിൽ, ഇനി ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഉദാഹരണമാണ്, അല്ലാതെ അത് എടുക്കരുത് ഒരിക്കലും. സത്യസായി ബാബ, ഷിർദി സായി, രമണ മഹർഷി, ബാബാജി, ജിത്തു കൃഷ്ണമൂർത്തി തുടങ്ങിയിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഗുരു, ഈശാസ്വാമി, അമൃതാനന്ദമയ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ വിവേകാനന്ദ, രാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയിട്ടുള്ള 10ഓളം പേരിൽ ഇവരെ ഉപാസിക്കണമെന്ന് പറഞ്ഞാൽ ഗുരുവും നമ്മളും ഒന്നാണ്. പക്ഷേ അവരുടെ രൂപവും, അതിൽ നമുക്ക് പറഞ്ഞിരുന്ന ലെസൺ എന്താണ്? അവരെ എല്ലാത്തിലും കാണാനാണ്. നമ്മൾ കാണുന്ന പട്ടിയിലും പൂച്ചയിലും നമ്മുടെ ശത്രുവിലും അവരുടെ മുഖം കാണണം. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ബൈബിൾ പറയുന്ന ശത്രുവിനെ സ്നേഹിക്കും. ഇതാണ് പൊരുൾ. അല്ലാതെ പട്ടിയുടെ മുഖത്തിൽ അല്ലെങ്കിൽ ശത്രുവിൻ്റെ മുഖത്തിൽ കണ്ടിട്ട് അവനെ വായിത്തോന്ന കാര്യങ്ങൾ പറയുകയല്ല. അവിടെയാണ് ഒരു ചെവിട് അടിച്ചാൽ മറു ചെവിട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൻ്റെ പൊരുളെടുക്കാൻ തയ്യാറല്ല. എല്ലാത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാൻ തർക്കിച്ച് വാദിച്ച് നടക്കുന്നല്ലാതെ ഒരു കഥയുമില്ല. അവനവന് രക്ഷപ്പെടണമെങ്കിൽ അവനവൻ ഇത് ചെയ്തേ പറ്റൂ. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട് ഗുരുവിൻ്റെ വാസസ്ഥലം കാശി ക്ഷേത്രവും 37 അദ്ദേഹത്തിൻ്റെ ചരണോദയം ഗംഗയും നിശ്ചലമായ ഗുരുവാകുന്നു. സാക്ഷാത് വിശ്വനാകുന്ന താരബ്രഹ്മമാകുന്നു. വാസസ്ഥലം പറയുന്നു എന്ന് പറഞ്ഞ് കാശിയാണ് എന്നെടുക്കരുത്. നമുക്ക് ചുറ്റുമുള്ളത് കാശിയും എല്ലാ ജലവും ഗംഗയായിട്ട് കാണണം എന്നാണ് അതിൻ്റെ പൊരുൾ. ഇനി ഗുരുസ്വരത്തെ നിത്യവും സ്മരിക്കണം. നമ്മുടെ ഗുരു ബാബാജി ആണെങ്കിൽ ബാബാജി പറഞ്ഞത് സ്മരിക്കണം. സത്യസായി ആണെങ്കിൽ സത്യസായി പറയുന്നത് സ്മരിക്കണം. ഷിർദി സായി ആണെങ്കിൽ ഷിർദി സായി സ്മരിക്കണം. ഇനി ഗുരുനാമത്തെ എപ്പോഴും ജപിക്കണം. ഓം സായി റാം.
ഓം നമോ ഭഗവതേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിത്യം പറയണം, നിത്യം പറഞ്ഞിരിക്കണം. ഗുരുനാമത്തെ എപ്പോഴും ജപിക്കേണ്ടതും ഗുരുവിൻ്റെ കൽപ്പന. സത്യസായി എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: ആരെയും സഹായിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്. ആരെ കണ്ടാലും എന്നെ കണ്ടതായി വിചാരിക്കണം, എന്നോട് സംസാരിക്കുന്ന കണക്ക് സംസാരിക്കണം, എനിക്ക് സേവ ചെയ്യുന്ന കണക്ക് നിങ്ങൾ സേവ ചെയ്യണം. എന്ത് സിമ്പിളാണ്, എന്ത് നിസ്സാര കാര്യമാണ്. സംസ്കൃതം പറഞ്ഞ് മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ വഴിയാധാരമാക്കുക എന്നുള്ളത് തന്നെയാണ് 99% ആൾക്കാരുടെ ഉദ്ദേശം. കാര്യം നമുക്ക് മനസ്സിലായ പിന്നെ അവരെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഗുരുവിൽ അന്യമായി യാതൊന്നുമില്ല. അപ്പോൾ തർക്കശാസ്ത്രം പഠിക്കുന്നവർ വരും, നിങ്ങൾ ശുദ്ധിസായുടെ ആളാണോ, സത്യസായുടെ ആളാണോ, അയാൾ ആരാണ്, ആൾ ദൈവമല്ലേ എന്ന് ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുന്നവരോട് ദയവ് ചെയ്ത് തർക്കിക്കാൻ നിൽക്കാതെ നമ്മൾ നമ്മുടെ വഴിക്ക് മുമ്പോട്ട് പോവുക. ഇനി ഗുരുമുഖത്തിലിരിക്കുന്ന ബ്രഹ്മത്തെ ഗുരുവിൻ്റെ പ്രസാദത്താൽ പ്രാപിക്കുന്നതായി പരപുരുഷനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എപ്പോഴും ഗുരുവിൽ ധ്യാനമായിരിക്കണം. ഗുരുവിൻ്റെ നാമമല്ലാതെ, ഗുരുവിൻ്റെ രൂപമല്ലാതെ വേറൊന്നും ശ്രവിക്കാനോ കാണാനോ പാടില്ല. ചെയ്യുന്നതെല്ലാം ഗുരുവിൻ്റെ സേവയായിട്ട് ചെയ്യുക. ഇനി ഇനി 43 ഗുരുമുഖത്തിൽ നിന്നും വിദ്യ, ബ്രഹ്മവിദ്യ ഗുരുവിങ്കിലുള്ള ഭക്തിയാൽ ലഭിക്കപ്പെടുന്നു. ഭക്തി ഒന്ന് മാത്രം മതി നമുക്കിത് കിട്ടാൻ. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. 3 ലോകങ്ങളിലും ദേവർ, ഋഷികൾ, പിതൃക്കൾ, മനുഷ്യർ മുതലായവരും ഇതിനെപ്പറ്റി നല്ലതുപോലെ പറയുന്നവരാകുന്നു. ഇനി ഗുരു എന്താണെന്ന് പറയുന്നത്? ഗു കാരം, അന്ധകാരം, രും തേജസ് എന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള അന്ധകാരത്തെ വിഴുകുന്ന ബ്രഹ്മമാകുന്നു ഗുരു. 44 രൂപമല്ല ഗുരു, ബ്രഹ്മമാകുന്നു. ഇനി ഗുരുവിന് എന്തെങ്കിലും രൂപമുണ്ടോ ഇല്ലയോ? 46 പറയുന്നുണ്ട്, ഗുകാരം എന്നത് ഗുണാതീതമാണ്, ഗുണങ്ങൾക്ക് അതീതമാണ്. ഏതാ? ലിമിറ്റ്ലെസ്, ബൗണ്ട്ലെസ് ആണ്. ഇനി അടുത്തെന്താ? രുകാരം, രൂപാതീതവും, രൂപമില്ല, ഗുണരൂപങ്ങളില്ലാതാകുന്നു. ഇവിടെ ശരിയും തെറ്റുമില്ല. രാമനിലും രാവണനിലും ഞാനാണ്, എല്ലാത്തിലും ഞാനാണ്. ഇനി ഇനി 49 പിന്നെയും പറയുന്നുണ്ട്, അതിനെ എല്ലാറ്റിനേക്കാളും ഗുരുവിൽ പരമമായ തത്വം വേറെ ഒന്നുമില്ലാത്തതിനാൽ നിശ്ചയമായും ഗുരുവിനെ ആരാധന ചെയ്യുകയും തൻ്റെ ജീവനെയും എല്ലാറ്റിനെയും നിവേദിക്കേണ്ടതാകുന്നു. ഇത് ഇന്ത്യയിലുള്ള ഹിന്ദു പരമ്പരയിലാണ് ഗുരുവിനെ ഇങ്ങനെ കാണുന്നത്. മറ്റ് പരമ്പരകളിൽ അവർ ഗുരുവിനെ സുഹൃത്തായി കാണും, ഗുരുവിൻ്റെ തോളത്ത് കൈയിടും. അത് അവർ പാലിച്ചോട്ടെ. ഇത് പാലിക്കുന്നവർ ഇത് നിർബന്ധമായും പാലിച്ചേ പറ്റൂ. ഇനി 50 പറയുന്നു, സാധകൻ ഗുരുപ്രീതിക്ക് കാരണമായ ആസനം, ശയനം, വസ്ത്രം, വാഹനം, ഭൂഷണം മുതലായവ പ്രദാനം ചെയ്യേണ്ടതാകുന്നു. ഇതെല്ലാം ഗുരുവിന് പ്രദാനം ചെയ്യേണ്ടതാകുന്നു. ഇനി ഇവിടെ എല്ലാം അർപ്പണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വസ്തുവല്ല ഉദ്ദേശിക്കുന്നത്. അത് കുചേലൻ്റെ കഥ അറിയാമല്ലോ നമുക്ക്. ആ അവല് കൊണ്ട് കൊടുക്കുന്ന എന്താണോ കൊടുക്കുന്നതല്ല, അത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഭാവത്തിലാണ് കാര്യം. ഇനി 51 പറയുന്നു, ഗുരുസന്നിധിയിൽ ലജ്ജയില്ലാതെ, ഒരു ലജ്ജയില്ല, നീണ്ടു നിവർന്ന് സാഷ്ടാംഗം ഭൂമിയിൽ വീണ് നമസ്കരിച്ച് കർമ്മത്താലും കായത്താലും മനസ്സിനായാലും വാക്കിനായാലും ഗുരുവിനെ എപ്പോഴും ആരാധിക്കേണ്ടതാണ്.
അതാണ് ഗുരുവിനെ വന്ദിക്കുന്നത്. കാല് തൊട്ട് വന്ദിക്കുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. നമ്മൾ കാൽ തൊടുമ്പോൾ ആ ഗുരുവിൻ്റെ എനർജി നമ്മളിലേക്ക് പ്രവഹിക്കും. ഇത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത ആൾക്കാരോട് നമ്മൾ കൈ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യാൻ പാടില്ല. കാര്യം എന്താ? നമ്മുടെ എനർജി അവരിലേക്ക് ഫ്ലോ ചെയ്യും. ഇനി ശരീരത്തെയും ഇന്ദ്രിയത്തെയും പ്രാണനെയും അർത്ഥത്തെയും തങ്ങളുടെ ബന്ധുക്കളെയും പ്രാണാദി സർവത്തെയും സദ്ഗുരുവിനായി നിവേദിക്കണം. എല്ലാം ഗുരുവിലേക്ക് നിവേദിക്കണം. ഇനി 51 പറയാം, ഗുരുവിനെ കൂടാതെ ഉപരിയായ തത്വം യാതൊന്നുമില്ല. ഗുരുവിനെ വഴിയാകും വണ്ണം പൂജിച്ചാലും 54 പറയുന്നു. ഇനി, ഹേ പാർവതി, ഈ ശരീരം അനേകം കോടി കൃമികൾക്ക് ഇരിപ്പിടവും ദുർഗന്ധമായ മലമൂത്രാദികളാൽ നിറയപ്പെട്ടിരിക്കുന്നതാകുന്നു. കഫം, രക്തം, മാംസം, ത്വക്ക് എന്നിവയാൽ നിർമ്മിക്കപ്പെടുന്നു. ഇത് എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ഇതിൻ്റെ സോഴ്സ് എന്താണ്? സോഴ്സ് ഇവിടെയാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാണ് പലരും പുസ്തകം എഴുതുന്നതും പ്രസംഗം ചെയ്യുന്നത്. ആരുടെയും സ്വന്തമല്ല, എല്ലാം വേദത്തിലുള്ളതാണ്. വേദം ഡയല്യൂട്ട് ചെയ്ത് ഉപനിഷത്തുണ്ടാക്കി, ഉപനിഷത്ത് ഡയല്യൂട്ട് ചെയ്ത് പുരാണങ്ങളുണ്ടാക്കി. ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം എത്തണമെങ്കിൽ ഇത് ഓരോരുത്തരും ഇത് തുറന്നു വെച്ച് വായിച്ച് പഠനം, മറ്റൊരാളുടെ പുസ്തകമല്ല, സ്വയമേ പഠനം എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റൂ. ഇനി സംസാര വൃക്ഷത്തിൽ കയറിയിരുന്ന് 57 സർവരും നരകമാകുന്നു. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ളതെല്ലാം സംഭാഷണം ഇവിടെ നിന്ന് വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതെന്താണ്? അത് യഥാർത്ഥമല്ല, അത് ജഡമാണ്, അത് അൺറിയലാണ്, അജ്ഞാനമാണ്. അപ്പം ഇത് സംഭാഷണത്തിലൂടെ നമുക്ക് കൊടുക്കാനോ കിട്ടാനോ പറ്റത്തില്ല. ഗുരുവിൻ്റെ കൃപ കിട്ടുന്നത് എങ്ങനെയാണ്? അതാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. അത് നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവിൻ്റെ മന്ത്രം പറഞ്ഞ് പാദസേവ നടത്തി ഗുരു കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി നമ്മൾ കഴിച്ചു. ഗുരു പറയുന്നത് എന്തും രാമയുടെ ബുക്കിലുണ്ട്. ഗുരു മേളിൽ നിന്ന് എടുത്ത് ചാടാൻ പറഞ്ഞാൽ ലോർഡ് രാമ, ദ ഗ്രേറ്റ് ഹിമാലയൻ മാസ്റ്റേഴ്സ് ബുക്കുണ്ട്, അതൊക്കെ വായിക്കണം. ഇനി നമ്മൾ ക്രിസ്ത്യൻ പുരാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്വന്തം കുട്ടികളെ ബലി കൊടുക്കാൻ പറയുന്നുണ്ട്. ബലി കൊടുക്കാൻ ചെല്ലുന്ന സ്ഥലത്താണ് അത് തടയുന്നത്. എന്തിനാണ്? അത് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനി അതിൽ 58 പറയുന്നു, ഗുരുവാകുന്ന ബ്രഹ്മാവും ഗുരുവാകുന്ന ശിവൻ മഹേശ്വരൻ എന്ന ദേവനും ഗുരുവാകുന്നു. ഗുരു ഇപ്രകാരം ഏകമായ പരബ്രഹ്മമാണ്. ഈ 58 ശ്ലോകം മതി. ഈ ശിവനെയും വിഷ്ണുവിനെയും എല്ലാം കൂടെ യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെല്ലാത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്. പരബ്രഹ്മം എന്ന് പറയുന്ന അതിൽ നിന്നും ഒരു മെയിൻ സോഴ്സിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇതെല്ലാം. ഈ എന്താണ് പറയുന്ന കടലിൽ വെള്ളത്തിൻ്റെ ഒരു തുള്ളി എടുത്തിട്ട് ആ തുള്ളിയാണ് ഏറ്റവും വലുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ശിവനാണ് വലുത്, ബ്രഹ്മാവാണ് വലുത്, വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം പഠിക്കാത്തവരാണ്. അവരോടൊന്നും പറയരുത്. അവരും വരട്ടെ. പഠിക്കാതെ സ്കൂളിൽ ജയിക്കാൻ പറ്റത്തില്ല. പരീക്ഷ പാസ്സാവണമെങ്കിൽ ജയിച്ചേ പറ്റൂ, അഭ്യസിച്ചേ പറ്റൂ. നമ്മൾ കെമിക്കൽ ലാബിൽ എത്ര തിയറി പഠിച്ചാലും ലാബിൽ വിജയിക്കണമെങ്കിൽ കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ലാബിലാണെങ്കിൽ നമ്മൾ കെമിക്കൽ മിക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെയാണ് ഈ മാർഗം. അല്ലാതെ വെറുതെ ഇരുന്ന് കുറച്ച് തിയറിയും പഠിച്ചാൽ ഒരു വഴിക്കും എത്തത്തില്ല. ഇനി അജ്ഞാനമാകുന്ന തിമിര രോഗത്താൽ കണ്ണു കാണാതെയുള്ളവനും ജ്ഞാനമാകുന്ന അജ്ഞാനത്തെ എഴുതിയിട്ടുള്ള യാതൊരുവനാൽ കണ്ണുകൾ തെളിയിക്കപ്പെടുന്നു.
അങ്ങനെയുള്ള ശ്രീ ഗുരുവിനായി നമസ്കരിക്കുന്നു. 59. വിവേകാനന്ദൻ ഗുരുവിനെ അന്വേഷിച്ച് പലയിടത്തും പോയി. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങേരുടെ ഉത്തരം വിവേകാനന്ദനെ പിടിച്ചില്ല. രാമകൃഷ്ണ പരമഹംസരടുത്ത് പോയി. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഉത്തരം പിടികിട്ടിയില്ല. അവസാനം ചോദിച്ചു വന്നപ്പം ഞാൻ നിന്നെ കാണുന്നത് പോലെ ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ അന്വേഷണം. യഥാർത്ഥ ഗുരുവിലേക്ക് നമ്മൾ എത്തപ്പെടും, നമ്മുടെ അന്വേഷണം ശരിയായ മാർഗത്തിലാണെങ്കിൽ. ഇനി ചരാചരത്തോടു കൂടിയ 3 ലോകങ്ങളിലും സർവരും ചിന്മയത്തിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 62 പറയുകയാണ്. ഇത് പിന്നെയും പറയാണ്. എല്ലാത്തിലും ഞാനാണ്, ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇലയും അനങ്ങത്തില്ല. ബ്രഹ്മം. ഇത് 175-ാമത്തെ പ്രഭാഷണമാണ്. നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് എന്താണ്? കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ത്യൻ ഓതേഴ്സ്, ഫോറിൻ ഓതേഴ്സ് പലരെയും വെച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ സംസാരിച്ചാൽ 99 ആൾക്കാരും തർക്കിക്കുക. എന്താ ഇവർ തർക്കിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരൊന്നെങ്കിൽ പറയും ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ പറയാം അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ ശകലങ്ങൾ വെച്ച് പറയുന്നവരാണ്. ആധികാരികമായി ഇവർ പഠിച്ചിട്ടില്ല. ഇനി ഇവരെ പഠിപ്പിക്കണ്ട, നമുക്ക് പഠിക്കാമല്ലോ. എല്ലാം ഇന്ന് ഗൂഗിളിൽ ഫ്രീ ആണ്. ഞാൻ ഈ പറയുന്നത് ഉൾപ്പെടെ ഒരു ഫ്രീ PDF നിന്നാണ് ഞാൻ പറയുന്നത്. ഇനി ചൈതന്യമായും ശാശ്വതമായും, അതാണ് ഈ ലിമിറ്റ്ലെസ് ആൻഡ് ബൗണ്ട്ലെസ് എന്ന് പറയുന്നത്. ശാന്തമായും ആകാശത്തിനേക്കാൾ അതീത കടന്നതും നിരഞ്ജനും നാദബിന്ദുക്കളെയും കടന്നതുമായ ആ ശ്രീ ഗുരുവിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഉണ്ടാക്കിയത് ആരാണ്? സൃഷ്ടി ഉണ്ടാക്കുന്നത് എവിടെയാണ്? ബിഗ് ബാങ്കിലാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നത് സൃഷ്ടിക്ക് മുമ്പുള്ള കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. അതാണ് ഇവർ ബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരെത്തും ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. പറയുന്നവരടുത്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരവുമില്ല. ചോദിക്കുന്നവനെ മണ്ടനാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു സെൽഫ് സ്റ്റഡിയാണ്, സെൽഫ് എൻക്വയറിയാണ്, ഇന്നർ ജേണിയാണ്. നമ്മൾ പാകപ്പെടുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലും, അല്ലെങ്കിൽ ഗുരു നമ്മളിലേക്ക് വരും. ഗുരുവിന് നാമവും രൂപവും ഇല്ല എന്ന് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഇനി നാമവും രൂപവും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും എല്ലാം നിങ്ങളുടെ ഗുരുക്കളാണ് എന്നിതിൽ പറയുന്നുണ്ട്. ഇനി അവൻ തന്നെ പിതാവ്, എൻ്റെ മാതാവും അവൻ തന്നെ ബന്ധു, ദേവത, ദൈവം അവൻ തന്നെ. സംസാര മോഹത്തെ നശിപ്പിക്കുന്ന ആ ശ്രീ ഗുരുവിനായി നമസ്കരിക്കുന്നു. എഴുപത്തേഴിൽ പറയുന്നു, ഗുരുവിന് ഉപരിയായ തത്വവും തപവും ജ്ഞാനവും വേറെയില്ല. ഇത് എപ്പോഴാണ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന ജ്ഞാനവും യാഗവും അല്ല. ഒരു ക്രമം വരും. എപ്പോഴാണ്? അത് ഗുരുവിനെ കണ്ടെത്തുമ്പോഴാണ്. അവിടം കൊണ്ടാണ് നമ്മൾ ഈ പാതയിൽ കിടക്കുന്നത്. അതുവരെയും നമ്മൾ പലതും കുടിക്കും, പലതും കഴിക്കും, പല സ്ഥലങ്ങളിലും പോവും. അത് വെറും ലിറ്ററേച്ചർ റിവ്യൂ ആണ്. നമ്മളൊരു ഗവേഷണം നടത്തുമ്പം ഗവേഷണം എന്താണ്? നമുക്ക് ബ്രഹ്മത്തെ കാണണം. അതിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ സത്യസായിട്ട് അവിടെയും ശുദ്ധിസായിട്ട് അവിടെയും അമൃതാനന്ദമ്മയുടെയും പിന്നെ പല സ്ഥലങ്ങളിൽ പോകുന്നത്. അവസാനം നമ്മുടെ എനർജി ഫ്രീക്വൻസി അനുസരിച്ച് ഒരാളുടെ സഹായമില്ലാതെയും ചിലപ്പോൾ നമുക്ക് കടക്കാം. പക്ഷേ ചോദിച്ച് നോക്കിയാൽ ഇന്ന് ഞാൻ പറഞ്ഞ 10 പേരുടെയും ഗുരുവിനെ എടുത്ത് നോക്കിയാൽ അവർക്കെല്ലാം ഗുരുവുണ്ട്. ഗുരു ഇല്ലാത്ത ആരുമില്ല. എക്കാട്ടവളെ എടുത്തു നോക്കി, എക്കാട്ടവളെ രമണ മഹർഷിയുടെ പേര് പറയുന്നുണ്ട്. ഞാനിത് ഇന്ന് വേൾഡിലെ ടോപ്പ് 10 സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതിൽ നീൽ വോൾഷ് അല്ല, ഡോക്ടർ വെയിൻ ഡയർ പതഞ്ജലി യോഗയാണ് പറയുന്നത്. പിന്നെ ചൈനീസ് പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉണ്ട്. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വിവരമില്ല, തനി മണ്ടന്മാരാണ്, തനി കഴുതകളാണ്.
അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആർക്കും ഇന്ന് എന്തിനെക്കുറിച്ചും പറയാവുന്നൊരവസ്ഥ വന്നു. ആത്മീയത അങ്ങനെയുള്ളവർക്കുള്ളതല്ല. ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളവരും അവരിൽ നിന്നാണ് നമ്മളിത് കേൾക്കേണ്ടത്. ഒരിക്കൽ പോലും ധ്യാനം ചെയ്തിട്ടില്ലാത്തവർ ധ്യാനത്തെക്കുറിച്ച് ബുക്ക് എഴുതുകയും ധ്യാനം പഠിപ്പിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ, ഇവരാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുസ്തകത്തിൽ കിട്ടത്തില്ല, പ്രഭാഷണത്തിൽ കിട്ടത്തില്ല. നമ്മുടെ അകമയിൽ നിന്നാണ് ഇത് വരേണ്ടത്. ഇരുട്ട് എവിടെയാണ്? അകമയാണ്. ഇതിൻ്റെ തെളിച്ചം എവിടെ നിന്നാണ്? നമ്മൾ തന്നെയാണ് ആ ടോർച്ച് അടിക്കേണ്ടത്. ഇനി എൺപത്താറിൽ പറയും, ധ്യാനത്തിന് കാരണം ഗുരുസ്വരൂപവും, പൂജയ്ക്ക് കാരണം ഗുരുവിൻ്റെ പാദവും, മന്ത്രത്തിന് കാരണം ഗുരുവാക്യവും, മുക്തിക്ക് കാരണം ഗുരുകൃപയാണ്. അവിടെ മുക്തി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഗുരുകൃപ വേണം. തിയറിറ്റിക്കൽ നോളജ് ഉള്ളത് കൊണ്ടോ നിങ്ങൾ യോഗവിദ്യ സിദ്ധിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഗുരുകൃപ കിട്ടത്തില്ല. അത് നമ്മൾ പുരാണങ്ങളിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ത് സംഭവിച്ചു? അർജുനൻ എന്ത് സംഭവിച്ചു? നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഇനി ശിവൻ കോപിക്കുന്നതായാൽ ഗുരുവിനാൽ രക്ഷിക്കപ്പെടും. ഗുരു കോപിക്കുന്നതായാൽ രക്ഷിക്കുന്നതിന് യാതൊരുവരാൽ സാധിക്കുന്നതല്ല. ആകയാൽ വഴിയാകും വണ്ണം കുലഗുരുവിനെ ശരണം പ്രാപിച്ച് ആവക അരിഷ്ടങ്ങളെ തീർത്തുകൊള്ളണം. ഗുരുവിനെ പ്രാപിക്കണം. ഇനി ഇത് പല തലങ്ങളിൽ പറയും. നമുക്ക് ദൈവമുണ്ട്, കുടുംബക്ഷേത്രമുണ്ട്. ഇനി ആ ദേവീ ദേവതകളാണ് ഗുരു. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം. ഇതെല്ലാത്തിലുമുണ്ട്. ഇനി 89 പറയുന്നു, മധുലാഭത്താൽ വണ്ടുകൾ മധു ലഭിക്കുന്നവരെയും പുഷ്പങ്ങൾ തോറും അലഞ്ഞു തിരിയുന്നത് പോലെ ജ്ഞാനമില്ലാത്ത ശിഷ്യനും ഒരു ഗുരുവിങ്കിൽ നിന്ന് ജ്ഞാനം ലഭിക്കാതിരുന്നാൽ മറ്റൊരു ഗുരുവിനെ പ്രാപിച്ചു കൊള്ളേണ്ടതാകുന്നു. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് വിവേകാനന്ദൻ അന്വേഷിച്ച് അവസാനം ഗുരുവിനെ കണ്ടെത്തിയത്. ഇനി 94 ശ്രീ ഗുരുവിൻ്റെ ശ്രേഷ്ഠമായ രൂപത്തിനെ വിവേകനേത്രമുള്ള നേരത്തെ തന്നെ കാണുന്നു. ഗുരുടന് ആദിത്യനെ കാണുവാൻ എപ്രകാരം സാധിക്കുന്നില്ലയോ അപ്രകാരം മന്ദഭാഗ്യവന്മാരായവർക്ക് ശ്രീ ഗുരുവിനെ കാണാൻ സാധിക്കത്തില്ല. നമുക്ക് ചുറ്റുമുള്ള 99% ആൾക്കാരും ഗുരുവിനെ പ്രാപിച്ചിട്ടുള്ളവരല്ല. ഗുരുവിനെ പ്രാപിച്ചിട്ടുള്ളവരെ കണ്ടാൽ, ഒരു സത്യസായി ഡിവോട്ടിയെ കണ്ടാൽ, ഒരു സത്യസായി ഡിവോട്ടിയുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് സത്യസായിയെ കാണാൻ പറ്റും. പക്ഷെ അത് യഥാർത്ഥ സത്യസായി ഡിവോട്ടി ആയിരിക്കണം. ഇനി ബാബാജിയുടെ ഒരു ശിഷ്യനെ കണ്ടാൽ, രജനീകാന്ത് ബാബാജിയുടെ ശിഷ്യനാണ്, രജനീകാന്തുമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ബാബാജിയെ കാണാൻ പറ്റിയാൽ രജനീകാന്ത് യഥാർത്ഥ ശിഷ്യനാണ്. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. ഈ ഉദാഹരണത്തിന് പുറകെ നിങ്ങൾ പോകരുത്. അമൃതാനന്ദമയുടെ ഒരു ഡിവോട്ടിയെ കണ്ടാൽ അവരുടെ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും നമുക്ക് അമൃതാനന്ദമയെ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ഡിവോട്ടീസ്, ഷിർദി സായി, സത്യസായി, അമൃതാനന്ദമയെ, ആർട്ട് ഓഫ് ലിവിങ്, ഇനി ഡോക്ടർ ജോ ഡിസ്പെൻസ, ഡോക്ടർ വെയിൻ ഡയർ തുടങ്ങിയിട്ടുള്ള ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റീസ് ആയാലും ശരി, ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. ഇനി അങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് പറ്റിയതല്ല. തർക്കിക്കുന്നവർക്കും വാദിക്കാനുള്ളവരും ഈ പരിസരത്ത് വരരുത്. ഇത് തർക്കശാസ്ത്രത്തിനുള്ളതല്ല. ശങ്കരാചാര്യർ 5-ാമത്തെ വയസ്സിൽ ബോധോദയം കിട്ടി. അങ്ങേര് തർക്കശാസ്ത്രം നടത്തിയത് ആൾക്കാരിലെ അറിവ് പകരാനാണ്. ഇന്ന് തർക്കശാസ്ത്രം നടത്തുന്നത് ഇരുട്ട് പകരാനാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ പോകരുത്, കിട്ടത്തില്ല. ഇനി 97 സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഗുരുവിനെ നിത്യവും സ്തുതിക്കണം, പൂജിക്കണം. അങ്ങനെ ഭജിക്കുന്നതായാൽ
സ്ഥിരത്വമുണ്ടാകുന്നത് കൂടാതെ സ്വരൂപമായി ഭവിക്കും. ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ് നിങ്ങൾ ജ്ഞാനയോഗിയല്ലേ, നിങ്ങൾ പൂജ നടത്തണം, ഗുരുവിനെ നമസ്കരിക്കണമെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയണ്ട. അവർക്കുള്ളതല്ല ഈ പ്രഭാഷണം. ഇനി ഭൂജങ്ങൾ, പാദങ്ങൾ, മുഴങ്കാലുകൾ, മാർവ, ശിരസ്, കണ്ണുകൾ, മനസ്സ്, വാക്ക് ഇവ കൊണ്ട് വണങ്ങുന്നതിന് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയപ്പെടുന്നു. എന്താണ് സാഷ്ടാംഗ നമസ്കാരം വിവരിക്കുന്നുണ്ട്. ഇനി ആ അധ്യായത്തിൻ്റെ ആദ്യത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഗുരുസേവയാൽ പരമുഖനായ ഋഷികൾ, ഗന്ധർവന്മാർ, ഈ ഗന്ധർവൻ എന്നൊക്കെ ഉള്ള വാക്കുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇത് ആരോട് ചോദിച്ചാൽ ആരും പറയത്തില്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്, എന്താണ് ഗന്ധർവൻ. പിതൃക്കൾ ഇട്ടിട്ടുണ്ട്, എന്താണ് യക്ഷികൾ അറിയണം. ചാരണന്മാർ, സിദ്ധന്മാർ, ദേവന്മാർ മുതലായവർ മുക്തന്മാരാകിയില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി 2-ാം അധ്യായം, ഞാൻ പരബ്രഹ്മമാകുന്നു, ഗുരുവിനെ സ്മരിക്കുകയും ഭജിക്കുകയും സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. 14-ാമത്തെ ശ്ലോകം, ഗുരുവിൽ കൂടുതലായി യാതൊന്നുമില്ല, ഗുരുവിൽ കൂടുതലായി യാതൊന്നുമില്ല, ഗുരുവിൽ കൂടുതലായി യാതൊന്നുമില്ല, ഗുരുവിൽ കൂടുതലായി യാതൊന്നുമില്ല എന്ന് ശിവൻ 4 പ്രാവശ്യം ശിവൻ സത്യം ചെയ്ത് പറയുന്നു. 4 തവണയാണ് പറയുന്നത് ഗുരുവിൽ കൂടാതെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ഗുരുവാണ്. ഗുരുവിൽ കൂടുതലായി യാതൊന്നുമില്ല 4 തവണ പറയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വളരെ നിസ്സാരമല്ലേ. നിങ്ങളുടെ ഗുരു സത്യസായി ആണെങ്കിൽ സത്യസായിയെ എല്ലാവരും കാണും. സംസാരിക്കുമ്പോൾ സത്യസായിയായിട്ട് സംസാരിക്കൂ. അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവ സത്യസായിക്ക് വേണ്ടി ചെയ്യൂ. നിസ്സാരമല്ലേ. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ഒരു ഗുരുവിനെ സാധിക്കൂ. ഒരു ശിഷ്യനായാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. അതുവരെയും തർക്കിച്ച് വാദിച്ച് ഇവരിങ്ങനെ കുറേ ശാസ്ത്രങ്ങളുടെ തെറ്റില്ല ഇതിൽ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെ പുറകിലും പോയിക്കോ, പക്ഷെ നിങ്ങൾക്ക് എന്നിലെത്താൻ പറ്റത്തില്ല. ഉറപ്പാണത്. ഇനി ഇനി ഗുരുഗീത ജപിക്കുന്നതാൽ അളവില്ലാത്തതായ ഫലങ്ങളെ അനുഭവിക്കാം. 105-ലാണ്. ഇനി നമ്മൾ എന്തുകൊണ്ട് ആൾക്കാർ ഓരോ സ്ഥാപനങ്ങളിലും അമ്പലത്തിലും പോകുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരാരും ബോധോദയം കിട്ടാനോ കോൺഷ്യസ്നസ് പഠിക്കാനോ വരുന്നവരല്ല. അവർക്ക് ചില കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ വരേണ്ടത്? ഗുരുവിൻ്റെ സന്നിധിയിൽ യാതൊരു ഫലവും ഉണ്ടാകുന്നുവോ ആ ഫലം സർവോപദ്രവങ്ങളായ ദുഷ്ടാദികളായ സകല ദുഷ്ടദോഷങ്ങളെയും നിവാരണം ചെയ്യുന്നവളായ ഈ ഗുരുഗീതയെ പഠിക്കുന്നതാൽ ഉണ്ടാകുന്നു. അപ്പം അത് ഉള്ള നിവാരണം ദുഃഖ നിവാരണമാണ്. എന്താണ്? പ്രശ്നങ്ങളല്ല മനുഷ്യൻ്റെ വിഷയം, ദുഃഖ നിവാരണമാണ്. എവിടെ നിന്നാണ് ദുഃഖം വരുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ദുഃഖം വരുന്നത്. ദുഃഖം നമ്മൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നതിന് സമമാണ്. ഈ പ്രഭാഷണങ്ങളെല്ലാം നിരന്തരം പറയുന്നുണ്ട്. ഏതാണ്? എക്കാലത്തും നിലനിൽക്കുന്നതാണ് കോൺഷ്യസ്നസ്, ബോധം. ഇതിൽ പറയുന്നുണ്ട് അതെല്ലാം മാറ്റിത്തരും, നമ്മുടെ ദുഃഖം മാറ്റിത്തരും എന്ന് പറഞ്ഞ് കാറ് തരും, വസ്തു തരും എന്നല്ല അർത്ഥം. അതൊക്കെ അതിൻ്റെ വഴിക്ക് വരും. ഇനി 108-ൽ പറയുന്നുണ്ട്, ഗുരുഗീത മഹാവ്യാധികളെയും ഹരിക്കും.
നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റും. ഹീലിംഗ് ആണ്. അസുഖം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ ഗുരുകൃപ എടുത്ത് നോക്കിയപ്പോൾ വിദേശത്തൊരു രാജ്യത്ത് അത് യൂട്യൂബിലുണ്ട്. 1 വർഷം ഇവരൊരു കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ആ കുട്ടിയുടെ ക്യാൻസർ മാറി. യൂട്യൂബിലുണ്ട്. ഇത് സത്യമായ കാര്യമാണ്. ഇത് അതിശയോക്തിയല്ല. ഈ കേരളത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം ഇവർക്കൊരു എന്താണ് പറയുന്നത്, ഒരു സിനിമാ തിയേറ്ററിൽ പോകുന്നത് പോലെ ലൈബ്രറിയിൽ പോകുന്നതിന് സമയം കളയാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കലും വല്ലപ്പോഴും കൂടെ വരിക, എന്തെങ്കിലും ഒരു ചർച്ച നടത്തുക, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ചർച്ചയ്ക്ക് പോവുക. ഒരു മാറ്റവും ഇവരാരിലും ഞാൻ കണ്ടിട്ടില്ല. ഇനി മാറ്റം വരുന്നത് എപ്പോഴാണ്? നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്? നമുക്കൊരു സംശയമുണ്ട്. ആ സംശയം അവർക്ക് നിവർത്തിക്കാൻ പറ്റണം. ചോദ്യം ചോദിക്കുന്നവന് കൊഞ്ഞനം കാണിച്ചാൽ അത് സ്കൂളിലെ സാർ ഉൾപ്പെടെ അങ്ങനെയാണ്. വലിയ റിസർച്ച് ഗൈഡ് ആയിക്കോട്ടെ. ഞാനിപ്പോൾ കുട്ടികളെ റിസർച്ചിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇതല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് അതൊന്നുമല്ല. ഇവർ കുറേ സംസ്കൃതം പഠിച്ചിട്ട് അതിനെ അങ്ങ് തുപ്പ് കാണിച്ച്, ഞാൻ ഒരു സംസ്കൃതവും പഠിച്ചിട്ടില്ല, എനിക്ക് മലയാളം വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്. എന്തിനറിയാം? ഇത് ചെയ്തിടണം. ഇനി ആരെങ്കിലും ഗുരുവിനെ കുറിച്ചോ എന്തെങ്കിലും പറയുന്നെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഇതെടുത്ത് വായിക്കൂ, എന്നിട്ടത് ഫോളോ ചെയ്യൂ. അല്ലാതെ തർക്കിച്ചും ബാധിക്കാനുമായിട്ട് പരിസരത്ത് വരരുത്. നടപ്പോശം കാര്യം എന്താ പറയുക, നമ്മുടെ പ്രോഗ്രസ്സിനെ അത് ബാധിക്കും. ഇവരോട് സംസാരിക്കും തോറും നമ്മൾ താഴോട്ടും. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ആചാരങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്? പ്രിയ എന്ന് പറഞ്ഞാൽ പാർവതി എടുത്ത് പറയുകയാണ്. ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതാണ് ശിവൻ. പ്രിയേ, എല്ലാ കാര്യങ്ങൾക്കും ശുക്ലാസനവും വശത്തിന് ചുമന്ന ആസനവും വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമായത് പത്മാസനത്തിലുള്ള നിത്യവും ജപിക്കുന്നതായാൽ ശാന്തിയെയും സ്ഥിരതയും വക്ഷ്യങ്ങളെയും ഉണ്ടാക്കി ചെയ്യും. പത്മാസനത്തിലിരുന്ന് ധ്യാനം ചെയ്യണമെന്ന് പറയുന്നത് ഈ ഗുരുകൃപയിൽ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ശ്രേഷ്ഠമെന്ന് പറയുകയാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് എന്തോന്ന് പത്മാസനം എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് പഠിക്കും, പാസ്സാവും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാറുണ്ടല്ലോ, ഓൾ പാസ്സല്ലേ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ച് മുമ്പോട്ട് പോകണം. പണിയെടുക്കാതെ ഒന്നും കിട്ടത്തില്ല, ഒരു പരിപാടിയും കിട്ടത്തില്ല. ഇനി 111 പറയുന്നുണ്ട്, വസ്ത്രാസനത്തിലിരുന്ന് ജപിച്ചാൽ ദാരിദ്ര്യവും, പാഷാണത്തിലിരുന്ന് ജപിച്ചാൽ രോഗവും, ഭൂമിയിലിരുന്ന് ജപിച്ചാൽ ദുഃഖവും, പലകയിലിരുന്ന് ജപിച്ചാൽ നിഷ്ഫലവുമാകുന്നു. ആയോ? തീരുമാനമായല്ലോ. ഇവിടെ ധ്യാനം ചെയ്യുന്നത് എവിടെയൊക്കെയാ, എന്തൊക്കെയാ? ഇതാണ് ഞാൻ നേരത്തെ പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുകയാണ്. ഒരു ശാസ്ത്രവും പഠിക്കാതെ തുണ്ട് പുസ്തകം വായിച്ച് മെഡിറ്റേഷൻ സെൻറ്റർ നടത്തുന്ന ആൾക്കാർ പറഞ്ഞ് യൂട്യൂബ് നോക്കി ചെയ്താൽ അത് മുടി നന്നാവാൻ ആരോ മുരിങ്ങയിലെടുത്ത് തലയിൽ തേച്ചാൽ മതി എന്ന് പറഞ്ഞ് ഉള്ള മുടിയും പോയതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ദയവേദി വഴിക്ക് വരരുത്. വന്നാൽ മര്യാദയ്ക്ക് പഠിച്ച് ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന അനുസരിച്ച് ചെയ്യണം. അല്ലെങ്കിൽ യഥാർത്ഥ ഗുരുവിൽ ചെന്നാൽ ഇതൊന്നും പഠിക്കേണ്ട, ഗുരു പറഞ്ഞു തരും. അപ്പോഴും നമ്മൾ ഗുരുവിനെ സംശയിക്കും. അതാണ് കാര്യങ്ങൾ. ഇവരെന്താ സംശയിക്കുന്നത്? നമ്മൾ ഇന്ത്യയിലെടുത്ത സത്യസായും ശ്രുതിസായും ഭസ്മം കൊടുത്തു, അല്ലെങ്കിൽ കയ്യിൽ ഇത് കൊടുത്തു, അത് കൊടുത്തു, ഒരു സ്ഥലത്തിരുന്ന് ഇതെല്ലാം ശങ്കരാചാര്യർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഷാമൻ എന്ന് വിളിക്കുന്നത്, ഷാമൻ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടറിയാം. അവിടുത്തെ ട്രൈബ്സ് അവർ രൂപം മാറി പരന്തായിട്ടും പല ജീവികളുമായിട്ടും അവിടെ കണ്ടവരുണ്ട്. അപ്പോൾ സിദ്ധികൾ കുട്ടിച്ചാത്താൻ ചെയ്തിട്ടുണ്ട്, ഒടിയന്മാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുട്ടിച്ചാത്താൻ സേവയുണ്ട്, വിഷ്ണുമായ ക്ഷേത്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്, ഇത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. എവിടെ പഠിത്തം? പോയിട്ട് എന്താണ് ഇവിടുത്തെ, ആരാണ് ഇനി ഇത് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ക്ഷേത്രങ്ങളാണോ അല്ലെങ്കിൽ എന്തായാലും ആശ്രമങ്ങളാണോ, ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഇനി അങ്ങനെ ആർക്കും പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും
ഒന്നും നമ്മളിനി ആ വഴിക്ക് പോരുത്. സ്വയം പഠിക്കുക. ആരും പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സ്വയം പഠിക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പം നമ്മൾ ധ്യാനം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണം. ഇനി 112 പറയുന്നുണ്ട്, ജ്ഞാനം കിട്ടണമെങ്കിൽ എന്താണ്? വിശാരസ്ഥത്തിലോ ഇരുന്ന് ജപിച്ചാൽ ജ്ഞാനസിദ്ധിയും, പുലിത്തോലിലിരുന്ന് ജപിച്ചാൽ ജ്ഞാനസിദ്ധിയും മോക്ഷസിദ്ധിയും, കപളാസനത്തിലിരുന്ന് ജപിച്ചാൽ സർവസിദ്ധികളും ലഭിക്കുന്നു. ഈ ശ്രീനാരായണ ഗുരു ഈ പുലിയുടെ തോലിലിരിക്കുന്ന ഫോട്ടോ തന്നെ ഉണ്ട്, വരപ്പല്ല. ആൾക്കാർ ഇയാൾക്കെന്താ വിവരമില്ലേ, എന്തോന്ന് പുലിയെ കൊന്ന് അതിൻ്റെ പുറത്തിരിക്കുകയാണ്. ഇതാണ് തർക്കിക്കാനും വാദിക്കാനും വരുന്ന ആൾക്കാർ. നമുക്കെന്താ അറിയാം, ഇത് നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും. 112 പറയുന്നുണ്ട് അതിൻ്റെ ഫലം എന്താണ്. അപ്പം നമുക്ക് എന്ത് ഫലം കിട്ടണമെന്നനുസരിച്ച് വേണം നമ്മൾ ക്രിയ ചെയ്യാൻ. ഒരാസനത്തിൽ എന്തിരിക്കുന്നു വെച്ചാൽ ആസനത്തിലിരിക്കുന്നു, നമ്മൾ പുല്ലിൻ്റെ പുറത്തിരിക്കുന്നു, പായിട്ടിരിക്കുന്നു, പുലിത്തോലിരിക്കുന്നു, റിസൾട്ട് വേറെയാണ്. ആരോട് പറയാൻ? ഇനി പറഞ്ഞാൽ ഇവർ പറയാൻ അന്ധവിശ്വാസമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ദിക്കുകളെ കുറിച്ച് പറയാം. 113 തെക്ക് കിഴക്ക് മുഖമായിരുന്ന് ജപിച്ചാൽ ശത്രുനാശവും, നിത്യ ത്രികോണിൽ നോക്കിയിരുന്ന് ജപിച്ചാൽ ദർശനവും, ഈശാകോണിൽ നോക്കി ജപിച്ചാൽ അപ്രകാരം ജ്ഞാനവും ഉണ്ടാകും. ഓരോ ദിക്കുകളിലും ദേവന്മാരുണ്ട്. അഷ്ടദിക്കുകളിൽ അഷ്ടദേവന്മാരുണ്ട്. ആരോട് പറയാൻ? എല്ലാം അന്ധവിശ്വാസമായി അല്ലേ? KFC ചിക്കനും ബർഗറും കൊക്കക്കോളയാണ് ലോകത്തെ ഏറ്റവും വലിയ ദ്രവ്യമെന്ന് പറയുന്ന നാട്ടിൽ ആരോട് പറയാൻ? ആരോടും പറയാനില്ല. നമ്മൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യുക. ഓക്കെ. ഇനി 114 ശാന്തി കർമ്മത്തിന്, ശാന്തിയാണ് വേണമെങ്കിൽ വടക്ക് മുഖമായിരിക്കണം. അപ്രകാരം വശ്യകർമ്മത്തിന് കിഴക്കും. വശ്യകർമ്മം ഇതൊന്നും പ്രൊമോട്ട് ചെയ്യല്ല, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരും ചെയ്യുന്നത്, അറിവുള്ളവൻ ചെയ്യുന്നത് അവൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിനാണ്. കിഴക്ക് മുഖമായിരുന്നും മാരണകർമ്മത്തിന് തെക്ക് മുഖമായിരുന്നും ധനലാഭത്തിന് പഞ്ചിമ മുഖമായിരുന്നും ജപിക്കണം. അപ്പോൾ ധനം കിട്ടേണ്ടവൻ എന്ത് ചെയ്യണം? എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പൈസ കൊടുത്ത് അവർ ഈ പുസ്തകം നോക്കി നമുക്കൊരു പേപ്പറിൽ കുറിപ്പ് എഴുതി തരേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി എഴുതി തരുന്നവന് വിവരവും ബോധവും ഇല്ലെങ്കിൽ അവൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു തരും. ഉള്ള പൈസയും കൂടെ കയ്യിൽ നിന്ന് പോവും. ഇനി 114 മുഖസ്തംഭത്തെ ചെയ്യുന്നതിനും ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ദുഷ്കർമ്മത്തെ നാശം ചെയ്യുന്നതിനും അതുപോലെ സത്കർമ്മത്തെ സിദ്ധി തരുന്നതുമാകുന്നു. അപ്പം സിദ്ധി എങ്ങനെ തരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഈ മന്ത്രം സർവഭൂതങ്ങളെയും മോഹിപ്പിക്കുന്നതും ബന്ധമോചനത്തെ തരുന്നതും ശ്രേഷ്ഠമായ ദേവതകളുടെ പ്രിയത്തെ ചെയ്യുന്നതും രാജാക്കന്മാരെ പോലും വശമാക്കുന്നതാകുന്നു. അപ്പം രോഗത്തെ ആരെ വേണമെങ്കിലും കീഴ്പ്പെടുത്താം. ഞാൻ പിന്നെയും പറയാം, ഇതെടുത്ത് നാശത്തിന് ഉപയോഗിക്കരുത്. സിദ്ധികൾ ഉപയോഗിക്കാനുള്ളതല്ല. നമ്മളിത് പഠിക്കുന്നത് നമ്മൾ ലിബറേഷൻ, മോക്ഷത്തിനാണ്, കോൺഷ്യസ്നെസ്സിനാണ് എന്ന് പൂർണ്ണ ബോധ്യത്തിൽ ഈ ചാനൽ നിരന്തരം ഞാൻ ഈ പറയുന്നതെല്ലാം അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ മാത്രമേ എടുക്കാവൂ. ഇനി 117 പറയും, സിദ്ധിക്കാത്ത കാര്യങ്ങളെ സാധിക്കുന്നതും നവഗ്രഹ ഭയത്തെ കെടുത്തുന്നതിനും ചീത്തയായ സ്വപ്നം കാണുന്നതിനും നശിപ്പിക്കുന്നതിനും നല്ലതായ സ്വപ്നഫലത്തെ തരുന്നതുമാകുന്നു. ഇനി 120 പറയുന്നുണ്ട്, സർവശാന്തികളെയും നിത്യവും ചെയ്യുന്നതിന് അതേപോലെ മച്ചി കുട്ടികളില്ലാത്തവരുടെ കാര്യം, സന്താനത്തെ ദാനം ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് സൗമംഗല്യത്തെ വർദ്ധിക്കുന്നതിനും സൗഭാഗ്യവർദ്ധനത്തിനും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇത്
കേൾക്കുന്നവരും പറയുന്നവർക്കും കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇനിയും പല ഗുണങ്ങൾ പറയുന്നുണ്ട്, ഞാനിതെല്ലാം ഒന്നും വായിക്കുന്നില്ല. ആയുസ്, ആരോഗ്യം, ഐശ്വര്യം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. കാര്യം എന്താ, അങ്ങനെയെങ്കിലും ആൾക്കാർ ഇത് തുറക്കട്ടെ എന്നുള്ളതാണ് ഉണ്ടായിരിക്കാം അതിനകത്ത് പറയുന്നത്. ഇനി 125 പറയുന്നത് എന്താ അറിയാം? യാതൊരുവൻ ഇതിനെ എഴുതി പൂജിക്കുന്നുവോ അവൻ മോക്ഷലക്ഷ്മിയെ അനുഭവിക്കും. യാതൊരുവൻ ഇവനെ എഴുതി പൂജിക്കുന്നത്. ഇന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ മന്ത്രം എഴുതൂ. എൻ്റെ കൊച്ചിലെ ഞാൻ രാമനെ കുറിച്ച് മന്ത്രം എന്നെ കൊണ്ട് എഴുതിച്ച് ക്ഷേത്രങ്ങൾ കൊടുക്കുക. എനിക്ക് അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എൻ്റെ രക്ഷകർത്താർക്കൊക്കെ അതറിയാമായിരുന്നു, അവരിത് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വല്ല പിടിയുണ്ടോ? ഇന്നത്തെ ന്യൂ ജനറേഷൻ ഗുരുക്കന്മാർ ഏതാ? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കാര്യമാണ്. കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ പറയണം. ഇതിൽ നിന്ന് മോട്ടിച്ചതാണ്. എന്താ പറയുന്നത്? യാതൊരുവൻ ഇതിനെ എഴുതി പൂജിക്കുന്നുവോ അവൻ മോക്ഷലക്ഷ്മിയെ അനുഭവിക്കും. അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വിശേഷമായ ഗുരുഭക്തി ഉണ്ടാകും. ഇനി ശക്തന്മാർ, സൗര്യന്മാർ, ഇടയന്മാർ, വൈഷ്ണവർ, ശൈവൻ, പശുതിമാർ എന്നെല്ലാവരും സത്യമായിട്ടും ഇതിനെ ജപിക്കപ്പെടുന്നതെന്ന് സംശയമില്ല. ഇനി 3-ാം അധ്യായമാണ്. അതിൽ പറയുന്നത് ഇതിലെ ക്രമങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇത് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. അതിനകത്ത് പറയുന്നുണ്ട്, മോഹനകർമ്മത്തിങ്കൽ മഞ്ഞ നിറത്തിൽ ആസനം. അതാണ് ഈ പൂജയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ചില കളറുകൾ, ചില വേഷങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആഭിചാര കർമ്മത്തിന് കറുപ്പ് നിറം. ഏതാ? ആഭിചാര കുട്ടിച്ചാത്തൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? ആഭിചാര കർമ്മത്തിന് കറുപ്പ് നിറം ആസനമാണ്. അപ്പം എന്ത് പറ്റുമെന്നറിയാമോ? വശ്യത്തിന് രക്തനിറം. ഈ ശാസ്ത്രം പഠിക്കുന്നവർക്ക് നല്ലതിനും ചീത്തയ്ക്ക് യൂസ് ചെയ്യും. അതും രണ്ടിലും ഞാനുണ്ട്. പക്ഷേ ഈ ചാനലിൽ നമ്മൾ പറയുന്നതും നമ്മൾ ഈ സമയമെടുത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തെറ്റായ വഴിയിൽ കൊണ്ടുപോകാനാണ് 90% ന്യൂ ജനറേഷൻ ഗുരുക്കന്മാരുള്ളത്. ഇവർ കാര്യസാധ്യത്തിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും പേഴ്സണാലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്താലും നിങ്ങൾ നശിക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതവർ പറയത്തില്ല. കാര്യം അവരുടെ വയറ്റുപഴപ്പ് അതാണ്, അവരുടെ കച്ചവടമാണത്. ആ കച്ചവടത്തിലാണ് ഇവർ ആത്മീയതയെ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തും ഈ ആത്മീയത ഇനി പറയുന്നുണ്ടെങ്കിൽ ഇവർ പറയും അവർ ആൾ ദൈവമാണെന്ന് പറയും. കാര്യം എന്താ? നിലവിലുള്ള സിസ്റ്റത്തിനെ ആരെതിർത്താലും അവരെ കൊല്ലും. അതിലൊരു സംശയവുമില്ല. കാര്യം ജ്ഞാനം ഇവർ പകരാൻ സമ്മതിക്കും. കാര്യം ജന്മി എപ്പോഴും ജന്മിയായിരിക്കണം, മുതലാളി എപ്പോഴും മുതലാളിയായിരിക്കണം, അടിമ എപ്പോഴും അടിമയായിരിക്കണം. ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ, അറിവ് കൊണ്ടാണ് ബ്രാഹ്മണൻ. ഇവർ ജാതിയും മതവും തിരിച്ച് ദൈവങ്ങളെ തന്നെ പല തട്ടിലാക്കി. എന്തുകൊണ്ടാണ്? ആ ചെന്നായി അവിടെ ഇരിക്കുന്നത് എന്താണ്? ഈ രണ്ടാടിനെ തമ്മിലടിപ്പിക്കണം. അപ്പം ഹിന്ദുക്കൾ തമ്മിലടി, മുസ്ലിങ്ങൾ തമ്മിലടി, എല്ലാവരും കൂടെ തമ്മിലടിച്ച് ആരായി ചോര കുടിക്കുന്നത്? ഇലിമിനിറ്റി എന്ന് പറയുന്ന 13 കോർപ്പറേഷനാണ്. അവരാണ് ഇതെല്ലാം ഫണ്ട് ചെയ്യുന്നത്. ഈ അജ്ഞത പകർത്താൻ അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അവരാണ് മുതലാളിമാർ. നമ്മളെപ്പോലുള്ള കഴുതകൾ ഇവർ പറയുന്നതിനെ കേട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിച്ചറിയുക. ഇനി അതിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സത്തിനെയും അസത്തിനെയും തിരിച്ചറിയുക. അതാണ് ബ്രഹ്മജ്ഞാനം. ഇതെല്ലാം റെപ്പറ്റീഷനാണ്. നമ്മൾ പറയുന്നത് തന്നെ റെപ്പറ്റീഷനാണ്. ഇനി യാതൊരു പ്രകാരം സമുദ്രത്തിൽ ജലവും, ഈ ഉദാഹരണങ്ങളൊക്കെ നിരന്തരം ആൾക്കാർ പറയുന്നതാണ്. പാലിൽ പാലും വെള്ളത്തിൽ വെള്ളവും ഭിന്നകുംഭത്തിൽ ആകാശവും എപ്രകാരമോ അപ്രകാരം ആത്മാവും ഏതാണെന്നറിയാം. ഇവർ പറയുന്ന ഉദാഹരണം, കലത്തിനകത്തിരിക്കുന്ന സ്പേസും പുറത്തിരിക്കുന്ന സ്പേസും ഞാനാണ്, എല്ലാത്തിലും ഞാനാണെന്ന് പറയാൻ ഉദാഹരണം വെച്ച് പറയുകയാണ്. ഇനി ഇതൊക്കെ നിരന്തരം ആൾക്കാർ കേട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അതിൽ 19, ജ്ഞാനികൾ രാത്രിയും പകലും ഒരുപോലെ രമിക്കും. ഇപ്രകാരമുള്ള മഹാമൗനി 3 ലോകത്തിനും ഒരുപോലെ
സർവഭോഗങ്ങളും അനുഭവിക്കും. ഗുണങ്ങളാണ് പറയുന്നത്. ഇനി 24 പറയുന്നുണ്ട്, ഹേ ദേവി, ദേവിഞ്ഞ പാർവതി, ഗുരുവിൻ്റെ സന്തോഷമാത്രത്തിൽ കൽപ്പകോടി ജന്മങ്ങളിൽ ചെയ്ത യാഗം, വ്രതം, തപസ് എന്നീ ക്രിയകളുടെ എല്ലാം ഫലം സിദ്ധിക്കുന്നത്. ഇത് ഫലം സിദ്ധിക്കണമെങ്കിൽ ഗുരുകൃപ വേണം. ഗുരുകൃപ വേണമെങ്കിൽ ഗുരുഗീതയിൽ പറയുന്നത് അക്ഷരാർത്ഥം ചെയ്യണം. ഇതിനകത്ത് വെള്ളം ചേർക്കുന്നവർക്കുള്ളതല്ല ഇത്. ഇനി ശരീരവും ഇന്ദ്രിയങ്ങളും പ്രാണനും ധനവും സ്വജനങ്ങൾ, ബന്ധുക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരും കുലങ്ങൾ തുടങ്ങിയവരെല്ലാം ഗുരു തന്നെയാണെന്ന് അംഗീകരിക്കണം. പറ്റുമോ നമുക്ക്? ആദ്യം പുറത്തുള്ളവരവിടെ നിൽക്കട്ടെ, വീട്ടിലുള്ളവരെ നമ്മൾ അംഗീകരിക്കുമോ? വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 പ്രസ്ഥാനങ്ങളാണ്. 10 പ്രസ്ഥാനങ്ങളാണ്. ഇവർ തങ്ങളിൽ തന്നെ ഇവർക്ക് ഐക്യമില്ല, പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ? അപ്പം 25 പറയുന്ന കാര്യം ആദ്യം വീട്ടിൽ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇനി 26 പറയുന്നത്, യാതൊരുവൻ മന്ദഭാഗ്യവനായി അശക്തനായി വിമുഖനായി ഗുരുസേവ ചെയ്യാൻ മടിക്കുന്നുവോ? ഏതാ ഇതിൽ പറയുന്ന ക്രമങ്ങൾ? 10 ക്രമങ്ങൾ പറയുന്നുണ്ട്. ഏതാ? ദിവസം ചെയ്യേണ്ട 10. അത് ചെയ്യാതിരുന്നാൽ അവർക്ക് എന്ത് കിട്ടും? അവൻ ഹേതുവായിട്ട് നരകത്തിൽ വീഴുന്നു. അവൻ നരകത്തിൽ ചെല്ലും എന്നാണ് പറയുന്നത്. അപ്പം നരകം വേണോ സ്വർഗം വേണോ എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. പരീക്ഷ പാസ്സാവണോ അല്ലെങ്കിൽ പരീക്ഷ തോറ്റ് വിവരം കെട്ടവനായിട്ട് ജീവിക്കണമെങ്കിൽ വിവരം കെട്ടവനായിട്ട് ജീവിക്കുക. ഇനി പാർവതി, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ദേവതകൾ, പിതൃക്കൾ, കിന്നര, സിദ്ധർ, ചാണർ, രക്ഷകർ, മുനികൾ മുതലായവരിൽ യാതൊരുവനിൽ ഗുരുകൃപയില്ലയോ അവൻ്റെ വിദ്യയും ധനവും ബലവും ഭാഗ്യവും നിഷ്ഫലമാണ്. അവൻ അധപ്പതിക്കും. അതാണല്ലോ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത്. ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടും നമ്മൾ ഇത് കേൾക്കാൻ തയ്യാറല്ല. ഞാനിത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ വ്യക്തമാണ്. ഇനി ഇതിൽ പറയുന്നുണ്ട്, അർജുന, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ഞാൻ ഈ ഗുപ്തവിദ്യ, നിഗൂഢശാസ്ത്രം നിനക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവർക്കും ഉള്ളതല്ല. എല്ലാ ക്ഷേത്രത്തിലും മൈക്ക് വെച്ച് പ്രസംഗിച്ച് എല്ലാവർക്കും കേൾക്കാനുള്ളതല്ല എന്ന് പറയുന്ന ഭഗവത്ഗീതയാണ് ഇന്ന് റോഡ് നീളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് എടുത്താൽ ഒറ്റ ശ്ലോകം പറഞ്ഞാൽ മതി, നിങ്ങൾ ദൈവമാവെന്നാണ് യൂട്യൂബ് പറയുന്നത്. എന്ത് ചക്കയാണോ എന്തോ, ഇവരെന്ത് പറയുന്നുണ്ടോ, അത് അവരുടെ വയറ്റുപിഴപ്പാണ്. ഇനി ഇതിൽ പറയുന്നത് എന്താ? അല്ലയോ ദേവി, അല്ലയോ പാർവതി, സ്ത്രീ ഭോഗന്മാർക്കും, സ്ത്രീകളുടെ പുറകെ നടക്കുന്നവന്മാരും പെണ്ണുപിടിക്കുന്നവന്മാരും മന്ദബുദ്ധികളും സ്വന്തം ഭാര്യയിൽ പരാപുരമായിരിക്കുന്നവർക്കും ഞാൻ ഇതുവരെ ഗുരുഗീത ഉപദേശിച്ചിട്ടില്ല. അവരിതിന് യോഗ്യരല്ല. വളരെ തെളിച്ചു പറയുന്നുണ്ട്. അവരിത് കേൾക്കരുത്, അവർ ഈ സാധനം എടുത്ത് ഉപയോഗിക്കരുത്. അവരെടുത്ത് ഉപയോഗിച്ചാൽ എന്ത് പറ്റും? നമ്മളൊരു കത്തി എടുത്തൊരു ഡോക്ടറിൻ്റെ കൊടുത്താൽ ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കും. ഒരു കത്തി എടുത്തൊരു പാചകക്കാരൻ്റെ കൊടുത്താൽ സുന്ദരമായ അത് വെച്ച് മലക്കറി കട്ട് ചെയ്ത് പാചകം ചെയ്യും. അതേസമയം അസുരവർഗത്തിൽപ്പെട്ട ഒരാൾ കത്തി കിട്ടിയാൽ എന്ത് പറ്റും? അവനതെടുത്ത് ഉപദ്രവിക്കുക ആൾക്കാരെ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ ഞാനിത് ഉപദേശിക്കത്തില്ല, അവർക്കുള്ളതല്ല. ഹേ പാർവതി, ഇത് രഹസ്യവും സൂക്ഷ്മവുമാകുന്നു. നിന്നോടുള്ള എനിക്കുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രം പറയുകയാണ്. ഇത് യാതൊരുവരോടും പറയത്തക്കതല്ല. അതിനാൽ ഹേ സതി, എത്രയും മറച്ചു വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇത് അതീവ രഹസ്യമാണ്. ഇതങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതല്ല എന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഈ സാധനം അല്ലെങ്കിൽ ഗുരുഗീത എടുത്തിട്ട് വേണം നമ്മൾ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ. ഓൾറെഡി നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ അതാണെങ്കിൽ നമുക്ക് ഗുരുഗീത ആവശ്യമില്ല. പക്ഷെ കടന്നിട്ട് നമുക്കൊരു സംശയം വരികയാണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ഒരു പോയിന്റിൽ എല്ലാ ദിവസവും നമ്മൾ വിചാരം ചെയ്യുമ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ വേതാളത്തിൻ്റെ പിടിയിൽ, അസുരവർഗത്തിൽ പിടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ തിരിച്ചു വരിക. ഏതാണ്? ഗുരു പറഞ്ഞതിലേക്ക് തിരിച്ചു വരിക. ഗുരു എന്താ പറഞ്ഞത്? എല്ലാവരിലും എന്നെ കാണൂ, എല്ലാവരോടും എന്നോട് പെരുമാറുന്ന കണക്ക് പെരുമാറൂ, എല്ലാവരോടും എന്നോട് സംസാരിക്കുന്ന കണക്ക് സംസാരിക്കൂ, എല്ലാവരോടും എന്നോട് സേവ നടത്തുന്ന കണക്ക് സേവ നടത്തും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ കിട്ടിയില്ല എന്ന് പരാതി പറയുന്നവർക്കും ഗുരുവിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇനിയും എനിക്ക് ഗുരുവിൻ്റെ കടാക്ഷം കിട്ടിയില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബാലപാഠങ്ങൾ പഠിച്ചിട്ടില്ല. ഈ ബാലപാഠങ്ങൾ അഥവാ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ തയ്യാറല്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ പേപ്പർ നോക്കിയ ആളുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം നടത്താൻ മുതിർന്നതെന്ന് പറഞ്ഞാൽ, ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ ഇഷ്ടം പോലെ പ്രഭാഷണം ഈ ചാനലിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഭഗവത്ഗീത ചെയ്തപ്പോഴത്തേക്ക് അതിനകത്തൂടെ പോയപ്പോൾ ഒരു സ്ഥലത്ത് വേറൊരു ഗീത, പേര് ഞാൻ മറന്നുപോയി. ആ ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയാൻ വരുമ്പോൾ അർജുനൻ പറയുകയാണ്, ഇതെന്തിനാണ് വേറൊരു ഗീത പറയുന്നത്? ഭഗവത്ഗീത ഓൾറെഡി എനിക്ക് പറഞ്ഞു തന്നല്ലോ. എന്താ കൃഷ്ണൻ പറഞ്ഞതെന്നറിയാം? ഞാനത് മറന്നുപോയി. അത് ഞാൻ ആ കോണ്ടസ്റ്റിൽ നിനക്ക് പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രമണ മഹർഷി പറഞ്ഞു എന്ന് പറഞ്ഞാൽ രമണ മഹർഷി ആകെ 28 ചോദ്യങ്ങൾക്കേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം വ്യക്തികളോട് സംസാരിച്ചതാണ്. അത് സത്യസായിബാബ ആണെങ്കിലും ശ്രുതി സായി ആണെങ്കിൽ ഓരോ വ്യക്തികളോട് സംസാരിച്ചത് നമുക്കുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതെല്ലാം ഒന്നാണ്, ബോധമല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ രണ്ടില്ല. മഹാത്മാഗാന്ധി എടുത്ത് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമരം ചെയ്തോളൂ, എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെയിലാണ്, മറ്റൊന്നില്ല. അതാണ് കോൺഷ്യസ്നെസ്. അതാണ് കോൺഷ്യസ്നെസ്. ശ്രീനാരായണ ഗുരു അമ്പലം അതും ഇതുമൊക്കെ പണിഞ്ഞിട്ടും അവിടെ ചെന്ന് ഒരക്ഷരം മിണ്ടില്ല, നിർവൃതി പഞ്ചകം എഴുതിങ്ങ് പോന്നു. സംഭാഷണത്തിലൂടെ അല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. യോഗാനന്ദ പരമഹംസ ഓട്ടോബയോഗ്രഫി യോഗ എഴുതിയാലും രമണ മഹർഷി എടുത്ത് ചെന്ന്, അത് അൾട്ടിമേറ്റ് സ്റ്റേജാണ്. ജിത്തു കൃഷ്ണമൂർത്തി അൾട്ടിമേറ്റ് സ്റ്റേജാണ്. ഞാൻ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഇവർ പൂർണ്ണം എന്നല്ല അർത്ഥം, ഇവരെ പഠിക്കണം എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു പാതയിൽ പോകുമ്പം നമ്മൾ ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ വേണം നമ്മൾ സ്വീകരിക്കാൻ. അത് ഇതിലെല്ലാം പറയുന്നുണ്ട്. സത്സംഗ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഗുഡ് കമ്പനി എന്ന് പറഞ്ഞാൽ, അതൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ ആ കൂട്ടുകെട്ടാണ് അവനെ മോൾഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജ്ഞാനത്തിൽ കടക്കണമെങ്കിൽ ജ്ഞാനമുള്ളവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് ഇടകലത്തണം, സംശയങ്ങൾ നിവർത്തണം. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തോന്നുകയാണ് ഈ ആൾ ഇനി നമുക്ക് പ്രയോജനം എല്ലാം തോന്നിയാൽ വിവേകാനന്ദൻ പോയതുപോലെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഗുരുകൃപയിൽ പറയുന്ന ഗുരു ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഗുരു ഒരു നാമമോ രൂപമോ അല്ല. ഇത് സാക്ഷാൽ ശിവൻ പാർവതിക്ക് പറഞ്ഞതാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനൊന്നുമില്ല. ഹിന്ദുക്കളോടും ഇന്ത്യയിലുള്ളവരോടും കേരളത്തിലുള്ളവരോടും ഇനി തർക്കിക്കാനോ വാദിക്കാനോ ഒരാൾ വന്നാൽ, അവർ ശിവനാണ് വലുത്, ഇതാണ് വലുതെന്ന് പറഞ്ഞാൽ, എനിക്ക് അവരോട് പറയാനുള്ളത്, കുട്ടിച്ചാത്താൻ സേവനമുണ്ട്, ഇവിടെ ഒടിയനുമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കെന്താവണം? നമുക്കൊരു പ്യൂണായാൽ മതിയെങ്കിൽ SLC തോറ്റാൽ മതി. നമുക്കിവിടുത്തെ കളക്ടർ ആവണമെങ്കിൽ നമ്മൾ ഡിഗ്രി പാസ്സായിട്ട് സിവിൽ സർവീസ് പാസ്സാവണം. ഇനി നമുക്കൊരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ അതിന് ഒരു സംഘടനയിൽ ചേരുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. മന്ത്രിയാവണമെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇതെല്ലാം പ്രയത്നിച്ചാലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു പ്രയത്നവും ഇല്ലാതെ ചിലവരായിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ത് പ്രയത്നിച്ചിട്ടാണ് മന്ത്രിയായത്?
ഒരു പ്രയത്നവും നടത്തിയിട്ടില്ലെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ചു പല ജന്മങ്ങളിൽ, അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പല ജന്മങ്ങളിലൂടെയും നീ എന്നെ സേവിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഈ ജന്മം, സുരേഷ് ഗോപിക്ക് ഈ ജന്മത്തിലാകട്ടെ. നമ്മൾ നോക്കുമ്പോൾ ഇയാൾ എന്താ ചെയ്തു? ഇവൻ സിനിമ ആക്ടറല്ലേ, ഇവൻ എങ്ങനെ മന്ത്രിയായി? ഇത് കുഴപ്പമാണ്, ഇവൻ മറ്റവനെ പിടിച്ചിട്ടാണ്, അല്ലെ പൈസ കൊടുത്തിട്ടാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് നമ്മളെ നിന്നാൽ നമ്മൾ ഒരു വഴിക്കും എത്തത്തില്ല. ആർക്കൊക്കെ ഇവിടെ എന്തൊക്കെ കൊടുക്കണം, ഇവിടെ ഒരില അനങ്ങണമെങ്കിൽ പോലും സൃഷ്ടാവ് വിചാരിച്ചാലേ നടക്കൂ. ഇവിടെ കൊടുങ്കാറ്റ് വരുന്നതും മഴ പെയ്യുന്നതും വെയിലടിക്കുന്നതും നമ്മളടുത്ത് ചോദിച്ചിട്ടല്ല. ശരിയും തെറ്റുമില്ല. എക്കാട്ടോളെ പവർ ഓഫ് നൗ. നീൽ വാൾഷ്, കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ്. ഗാരി സുക്കോ, സീറ്റ് ഓഫ് സോൾ എഴുതിയിട്ടുള്ള ആൾ. എല്ലാം പറയുന്നത് ഒന്നാണ്, അത് കോൺഷ്യസ്നെസ് ആണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന ദേവീ ദേവതകളും ദൈവങ്ങളെല്ലാം പേഴ്സണാലിറ്റിയാണ്, കാര്യസിദ്ധിക്കുള്ള കാര്യങ്ങളാണ്. ഇതും ശുദ്ധബോധവും അറിവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ ധൈര്യമുള്ളവർ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളം പറയുന്ന കുറച്ച് പേരെ യൂട്യൂബിൽ ഞാൻ കണ്ടു. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അവർ ക്ഷേത്രങ്ങളിൽ നിന്നാണ് പ്രഭാഷണം നടത്തുന്നത്. അതിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രഭാഷണം കേൾക്കാൻ വരാതെ നിങ്ങളിവിടെ വന്ന് അന്നദാനം കഴിച്ചിട്ട് പോയാൽ, ഞാനിത് പണ്ടേ പറയുമായിരുന്നു, അന്നദാനം കഴിച്ചിട്ട് പോയാൽ ഈ അന്നദാനത്തിന് പൈസ കൊടുക്കുന്ന ആരാ? നിവർത്തി ദോഷത്തിനല്ലേ? ആ നിവർത്തി ദോഷം നിങ്ങൾക്ക് കിട്ടും. നല്ല പച്ചയ്ക്ക് പറഞ്ഞു. എനിക്കിഷ്ടം, ആളുടെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ആയിരിക്കണം. പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഈ ഇത്രയും ആൾക്കാരെ കൊന്ന കൃഷ്ണനെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞു? ഭഗവത്ഗീതയിൽ പറഞ്ഞു ഇല്ല. പിന്നെ നമ്മളെ കൊച്ചിലോട്ട് പഠിപ്പിച്ചു. ശ്രീകൃഷ്ണൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. സ്ഥിരം ശ്രീകൃഷ്ണനെ കണ്ടു വന്നിക്കുക. ശ്രീകൃഷ്ണൻ ചെയ്യുന്ന എല്ലാം ചെയ്യും. ശ്രീകൃഷ്ണൻ ആ പകിട കളിക്കുന്ന സ്ഥലത്ത് കള്ളക്കളി കളിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അവസാനം സ്വന്തം ഭാര്യമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയോ? അർജുനെ വരുത്തിച്ച്, അർജുനന് പറ്റിയോ? പറ്റിയില്ല. കൃഷ്ണനും പറ്റിയില്ല, സുഹൃത്തിനും പറ്റിയില്ല സ്വന്തം ഭാര്യമാരെ സംരക്ഷിക്കാൻ. വില്ല് പോലും അർജുനന് എടുക്കാൻ പറ്റിയില്ല. ഈ അർജുനനോ കൃഷ്ണനോ ആണോ നമുക്കാവണം, അല്ലെങ്കിൽ നമുക്ക് ശുദ്ധബോധമാണോ കോൺഷ്യസ്നെസ് ആണോ വേണ്ടത്? ഇത് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവരെന്ത് പ്രഭാഷണം നടത്തുന്നു, ഇവർ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ഒരു പിടിയില്ല. ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ ആദ്യത്തെ ടോക്കൗട്ട് ഇന്ന് വരെ ഞാൻ പല പുസ്തകങ്ങളിലൂടെ പറയുന്നെങ്കിലും കണ്ടൻറ്റ് സെയിമാണ്. എന്തിനാ അറിയാമോ? ഞാൻ രമണ മഹർഷി പറഞ്ഞാൽ ഇയാൾ രമണ മഹർഷിയുടെ ആളാന്ന് പറയും, ഗുരുഗീത പറഞ്ഞാൽ ഗുരുഗീതയുടെ ആളാന്ന് പറയും. ഇവർക്ക് ലേബിൾ ചെയ്യണം, നമ്മളെ എവിടെയെങ്കിലും ഇവർക്ക് പിടിച്ചു കെട്ടണം. ഞാൻ ഭഗവത്ഗീതയും പറയും, ഞാൻ ലോകത്തെ എല്ലാ മതങ്ങളും പറയും. എല്ലാ മതങ്ങളും ഇതിനകത്ത് പറയുന്ന കണക്ക്, ഒരു വണ്ട് തേൻ അന്വേഷിച്ച് പോകുന്ന കണക്ക് തേൻ എല്ലാ പുഷ്പങ്ങളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. 278 രാജ്യങ്ങളേ ഉള്ളൂ. 278 രാജ്യങ്ങളിലൂടെയും ഇവിടെ എല്ലാ മതങ്ങളിലൂടെയും ഞാൻ പോയിട്ടുണ്ടെന്ന് യാത്ര ചെയ്ത് പോയെന്നല്ല, അവരുടെ മെറ്റീരിയൽ നോക്കി യൂട്യൂബിലുണ്ടെല്ലാം, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് മുസ്ലിം വേറെ, ഹിന്ദു വേറെ, ക്രിസ്ത്യൻ, ഇവർ ഈ വഴിക്ക് വരരുത്. ഇവർക്കുള്ളതല്ല സ്പിരിച്വാലിറ്റി. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടില്ല എന്നുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവരല്ലാത്തവർ ഈ വഴിക്ക് വന്നാൽ അവർക്ക് 8ൻ്റെ പണി കിട്ടും എന്നല്ലാതെ ഒരു രക്ഷയുമില്ല. അപ്പം ഞാൻ ഈ ഗുരുഗീതയുടെ അവസാന ശ്ലോകം വരെ ഞാൻ വായിക്കാനൊന്നും ചെന്നില്ല. കാര്യം ഞാൻ ഇതിൻ്റെ എസൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പാലിക്കണമെന്ന് തയ്യാറുണ്ടെങ്കിൽ ധൈര്യമായി കടക്കും. വെള്ളം ചേർക്കരുത്. നിങ്ങളൊരു ക്ലാസ് റൂമിലിരിക്കുമ്പോൾ അധ്യാപകൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. കേരളത്തിൽ പഠിക്കാൻ പാടില്ല, ശരിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. അതുകൊണ്ട് എന്താ ഒരുത്തനും പഠിക്കുന്നില്ല? ഇവന്മാരെല്ലാം വഴിയാധാരമായി. അധ്യാപകനെ കണ്ട അധ്യാപകന് ദേഹത്ത് മഷി ഒഴിക്കുക, കരിവാരി തേക്കുക, നല്ല പരിപാടിയാണ്. ഗുരുഗീതയിൽ എന്തു പറഞ്ഞു? നീ നായായി ജനിക്കും. ഇപ്പോൾ ആൾക്കാർ കഴിച്ചു പട്ടിയെ മോശമായിട്ടാണ്. ആ ലെവലിലേക്ക് നിങ്ങൾ താരുന്നാണ് പറയുന്നത്. നരകത്തിൽ ചെല്ലും. ശൂദ്രശ്രീയുടെ വയറ്റിൽ ജനിക്കും. ഇപ്പോഴാണെങ്കിൽ ഗുരുഗീത എഴുതിയ ആളെ പിടിച്ച് ജയിലിലിട്ട് കളയും.
ഏതാ ഇത് 18 പുരാണത്തിൽ സ്കന്ദപുരാണത്തിൽ ഉള്ളതുകൊണ്ട് ഇനി ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പച്ചയ്ക്ക് പറയാനുള്ളത് പച്ചയ്ക്ക് പറയാതെ ഇത് മൂടിപ്പുതച്ച് പറഞ്ഞ് ഇതിലങ്ങ് ഒരു കാര്യവുമില്ല. ഇതിലെന്തിരിക്കുന്നു? സനാതന ധർമ്മം. ഇവിടെ ഇല്ലാത്തത് എന്തുണ്ട്? വെസ്റ്റിൽ ഇവിടെ എന്തുണ്ട്? ഈസ്റ്റുകാരെ കണ്ട് വെസ്റ്റ് പഠിച്ചു. എന്ത് പഠിക്കാൻ? സത്യം ആരുടെയെങ്കിലും കുടുംബ സ്വത്താണ്. വിവരക്കേടിന് PhD എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ കിട്ടും, ഇന്ത്യയിൽ കിട്ടും. ആത്മീയത പ്രചരിപ്പിക്കുന്നവന്മാരിൽ 99% ഇവർക്ക് പലർക്കും പേരിൻ്റെ കൂടെ ഡോക്ടറേറ്റ് ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല. ഇന്ന് കാണുന്ന അസ്ട്രോളജേഴ്സിനെല്ലാം ഡോക്ടറേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ഈ ഡോക്ടറേറ്റ് എന്ന പേര് തന്നെ കൂടെ വെക്കുന്നത് നാണക്കേടായി. എന്തിനൊക്കെ ഇവർ ഡോക്ടറേറ്റ് കൊടുക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അപ്പം ഇതൊന്നും പണിയെടുക്കാതെ കിട്ടുന്നവന്മാരാണ് പറയുന്നത് ഇതെല്ലാം കള്ളത്തരമാണ്, ഇതെല്ലാം സത്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. കാണുന്നതെല്ലാം ഗുരു, കേൾക്കുന്നതെല്ലാം ഗുരു, ചെയ്യുന്നതെല്ലാം ഗുരുവിന് വേണ്ടി. ഇത് മാത്രം പാലിക്കൂ. നിങ്ങൾ ധൈര്യമായിരിക്കും. നിങ്ങൾക്ക് എല്ലാ വാതിലും തുറന്നു വരും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുമെന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. ഞാനിത് പാലിക്കുന്ന ആളാണ്. നിങ്ങൾക്കും ഇത് പാലിക്കാൻ പറ്റും. താങ്ക് യു.